ഡെയിലി PSC കറണ്ട് അഫയേഴ്സിൻ്റെ 11ാം ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമുക്ക് നേരിട്ട് കറണ്ട് അഫയേഴ്സിലേക്ക് കടക്കാം. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ലോകത്തെ ആദ്യ സമ്പൂർണ്ണ ബയോമിമെറ്റിക് ഇന്റലിജന്റ് റോബോട്ടായ മോയ വികസിപ്പിച്ച രാജ്യം ഏതാണ്? രാജ്യം ചൈന. ചൈനയാണ് ലോകത്തെ ആദ്യ സമ്പൂർണ്ണ ബയോമിമെറ്റിക് ഇന്റലിജന്റ് റോബോട്ടായ മോയ വികസിപ്പിച്ച രാജ്യം. അടുത്ത ക്വസ്റ്റ്യൻ. കേരള സർക്കാർ നടപ്പിലാക്കുന്ന കണക്ട് ടു വർക്ക് പദ്ധതി എന്ത് പദ്ധതിയാണ്? കണക്ട് ടു വർക്ക് പദ്ധതി പ്രകാരം അപേക്ഷകരുടെ കുടുംബ വാർഷിക വരുമാന പരിധി എത്ര രൂപയാണ്? 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപയാണ് കേരള സർക്കാർ നടപ്പിലാക്കുന്ന കണക്ട് ടു വർക്ക് പദ്ധതി പ്രകാരം അപേക്ഷകരുടെ കുടുംബ വാർഷിക വരുമാന പരിധി. അടുത്ത ക്വസ്റ്റ്യൻ. നാഗാലാൻഡിലെ സാങ്തം നാഗഗോത്രം ഏർപ്പെടുത്തിയ വേട്ടയാടൽ വ്യാപാര നിരോധനത്തിലൂടെ വംശനാശ ഭീഷണി നേരിടുന്ന ഏത് സസ്തനിയെയാണ് സംരക്ഷിക്കുന്നത്? ഏതിനെയാണ്? ഈനാം പീച്ചിയെയാണ് കേട്ടോ. അപ്പം ഈനാം പീച്ചിയെയാണ് നാഗാലാൻഡിലെ സാങ്തം നാഗഗോത്രമാണ് ഏർപ്പെടുത്തിയ വേട്ടയാടൽ വ്യാപാര നിരോധനത്തിലൂടെ വംശനാശ ഭീഷണി നേരിടുന്ന ഏത് സസ്തനിയെയാണ് സംരക്ഷിക്കുന്നത്? ഇനി ഉത്തരം പറയാലോ. ഏതാ? ഈനാം പീച്ചി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. പ്രമുഖ സാമൂഹിക ശാസ്ത്രജ്ഞൻ TK ഉമ്മൻ അന്തരിച്ചു. അതെല്ലാവരും കേട്ട് കാണും അല്ലേ? അപ്പോൾ അദ്ദേഹത്തിനെ കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാം. പ്രമുഖ സാമൂഹിക ശാസ്ത്രജ്ഞൻ TK ഉമ്മൻ ഏത് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വ്യക്തിയായിരുന്നു? അദ്ദേഹം ഏത് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട വ്യക്തിയായിരുന്നു? സച്ചാർ കമ്മിറ്റി. എന്താണ്? സച്ചാർ കമ്മിറ്റി. അപ്പോൾ പ്രമുഖ സാമൂഹിക ശാസ്ത്രജ്ഞൻ TK ഉമ്മൻ ഏത് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ടതാണ്? സച്ചാർ കമ്മിറ്റി. സച്ചാർ കമ്മിറ്റി രൂപീകരിച്ച വർഷം 2005. 2005 സച്ചാർ കമ്മിറ്റി രൂപീകരിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. സച്ചാർ കമ്മിറ്റി പഠന വിഷയം എന്തായിരുന്നു? എന്താണ് ആ കമ്മിറ്റിയുടെ പഠന വിഷയം എന്ന് പറയുന്നത്? ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ സാമൂഹിക സാമ്പത്തിക വളർച്ച. അപ്പൊ എന്തായിരുന്നു ലക്ഷ്യം? ഇന്ത്യയിലെ മുസ്ലിം സമൂഹത്തിന്റെ സാമൂഹിക സാമ്പത്തിക സ്ഥിതി ഇതായിരുന്നു. ഇനി സച്ചാർ കമ്മിറ്റി രൂപീകരിച്ചത് ആരുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരാണ്? ആരുടെയാ? മൻമോഹൻ സിംഗ്. മൻമോഹൻ സിംഗിന്റെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാരാണ് ഈ കമ്മിറ്റി രൂപീകരിച്ചത്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. TK ഉമ്മന് പത്മഭൂഷൺ ലഭിച്ച വർഷം ഏത്? 2008. 2008 TK ഉമ്മന് പത്മഭൂഷൺ ലഭിച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇൻസ്റ്റാഗ്രാമിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ലോക നേതാവ് ആര്? ഇതെല്ലാവർക്കും അറിയാവുന്നതായിരിക്കും അല്ലേ? ആരാണ്? നമ്മുടെ നരേന്ദ്രമോദി. അപ്പം ഇൻസ്റ്റാഗ്രാമിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള ലോക നേതാവ് എന്ന് പറയുന്നത് നരേന്ദ്രമോദിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ. കുറ്റകൃത്യങ്ങളിൽ കുടുങ്ങിയ കുട്ടികൾക്ക് എന്തിൽ കുടുങ്ങിയതാ? കുറ്റകൃത്യങ്ങളിൽ കുടുങ്ങിയ കുട്ടികൾക്ക് കരുതലൊരുക്കുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതി ഏതാണ്? ഏതാണ് ആ പദ്ധതി? കാവൽ. കാവൽ എന്ന പദ്ധതിയാണ് കുറ്റകൃത്യങ്ങളിൽ കുടുങ്ങിയ കുട്ടികൾക്ക് കരുതൽ ഒരുക്കുന്ന വനിതാ ശിശു വികസന വകുപ്പിന്റെ പദ്ധതി എന്ന് പറയുന്നത്. ആ പദ്ധതിയുടെ പേരെന്താണ്? കാവൽ. അടുത്തത്. രാജ്യത്ത് ഏറ്റവും കൂടുതൽ സൗരോർജം ഉപയോഗിക്കുന്ന ഗ്രാമപഞ്ചായത്ത് ഏതാണ്? പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്താണ് ഏറ്റവും കൂടുതൽ സൗരോർജം ഉപയോഗിക്കുന്ന ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത്. ഏതാണ്? പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത്. അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഹെലികോപ്റ്റർ നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വെമഗൻ.
വെമഗൽ, കർണാടക. അപ്പൊ കർണാടകയിലെ വെമഗൽ എന്ന സ്ഥലത്താണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ ഹെലികോപ്റ്റർ നിർമ്മാണശാല സ്ഥിതി ചെയ്യുന്നത്. എവിടെയാണ്? വെമഗൽ, കർണാടക. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇതോടെ അവസാനിക്കുകയാണ്. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. കൺസിസ്റ്റൻസിയാണ് ജീവിത വിജയത്തിൻ്റെ രഹസ്യം. അപ്പോൾ നാളെ പുതിയ അപ്ഡേറ്റ്സ് ആയിട്ട് നമുക്ക് കാണാം. നന്ദി.